ഇത്ര വലിയ കാലുള്ള കോഴി നമ്മുടെ വീട്ടിലില്ലല്ലോ. എന്റെ രാജമാണിക്യത്തെ വെട്ടി ഉണ്ടാക്കിയതാ. അതിനെയോ? രാജമാണിക്യത്തിന് നിനക്ക് വലിയ ഇഷ്ടമല്ല? അതിനേക്കാളും നിങ്ങൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എന്റെ ആദ്യത്തെ ഭാര്യ ചന്ദ്ര പോലെ ഇത്ര സ്നേഹത്തോടെ പെരുമാറിയിട്ടില്ല. ഞാനൊരു 16 വർഷം മുമ്പേ ജനിക്കേണ്ടതായിരുന്നു. അല്ലെങ്കിൽ നീയെങ്കിലും ഒരു 16 വർഷം മുമ്പേ ജനിക്കണമായിരുന്നു. നമുക്ക് അടിച്ച് പൊളിക്കായിരുന്നു. ഈയിടെയായിട്ട് ഒരുപാട് മദ്യപിക്കുന്നുണ്ട്. മനസ്സിന് സന്തോഷം തോന്നുന്നു, അതുകൊണ്ടാ. നീയും കുടിക്കും, നന്നായിട്ടുണ്ടാവും. കുടുംബത്തിലുള്ള സ്ത്രീകൾ വെള്ളമടിച്ച് ശരിയാവോ? ഒരു രഹസ്യത്തിനടിച്ചോ? ഒന്ന് തന്നാലുണ്ടല്ലോ. ഇതൊന്നും മണത്ത് നോക്കെ, എന്തും മണമാണെന്ന്. കളിക്ക വരുന്നു. ഇതൊക്കെ എങ്ങനെയാണോ വലിച്ചു കയറ്റുന്നത്? ആദ്യം കഴിക്കും, പിന്നെ അങ്ങ് മധുരിക്കും. അതാണ് ഇതിന്റെ മഹത്വം. ഇഷ്ടപ്പെട്ടില്ലേ? ഈ കാര്യം മാത്രം നിങ്ങളിൽ എനിക്ക് ഇഷ്ടപ്പെടാത്തത്. ഇഷ്ടായില്ലേ? ഇനി ഇത് കുടിച്ചാ എന്റെ അടുത്തേക്ക് വരണ്ടോ? നിനക്കത് ഇഷ്ടല്ലേ? ഒട്ടും ഇഷ്ടല്ല. കളഞ്ഞു. ഇന്ന് മുതൽ ഈ പണ്ടാരം ഞാൻ കുടിക്കില്ല. നിനക്ക് വേണ്ടി ഞാൻ വിട്ടു. നീ എന്നെ വിടില്ലല്ലോ. സത്യായിട്ടും? സത്യായിട്ടും. ആണേട്? സത്യായിട്ടും നിങ്ങളെ വിട്ട് ഞാൻ പോവില്ല. എങ്ങനെയുണ്ട്? അടിപൊളി. ഇത് ഉടുത്തോണ്ടൊന്ന് കാണിക്കേ. അങ്ങനെ നോക്കരുത്. താങ്ക്സ്. എന്റെ അമ്മച്ചി. സൂക്ഷിച്ച പൊന്നെ, കാലുളുക്കും കുട്ടാ. ശരി ശരി. ആരാ നോക്ക്. ഇത് പുതിയ നമ്പറാണല്ലോ. ആരാന്നൊന്ന് സംസാരിച്ചു നോക്ക്. ഹലോ, ഞാൻ അമ്മയാ സംസാരിക്കുന്നേ. പറയമ്മേ, സുഖാണോ? എനിക്ക് സുഖ. നിങ്ങൾക്ക് അവിടെ സുഖാണല്ലോ. മോക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അവക്ക് ഒന്നിന്റെ കുറവില്ല. മഹാറാണിയെ പോലെയല്ലേ. ഞാൻ കൊടുക്കാം, സംസാരിക്കും. ആരാ? അമ്മയാണ് സംസാരിക്കാൻ. അല്ല അമ്മേ, സുഖാണോ? സുഖായിരിക്കുന്നു മോളെ. നീ കാശ് മാത്രമേ അയക്കാറുള്ളൂ. ഞങ്ങളെ എല്ലാവരും മറന്നു അല്ലേ? കല്യാണത്തിന് ശേഷം ഇങ്ങോട്ടൊന്നും എത്തി നോക്കിയിട്ട് പോലും ഇല്ലല്ലോ. ഞങ്ങളുടെ വീട്ടിലെ പെണ്ണായി ഞാൻ മാത്രല്ലേ ഉള്ളൂ. ഞാൻ അവിടേക്ക് വന്നാ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ആര് നോക്കും? നീ നല്ലോണം സംസാരിക്കാൻ പഠിച്ചു. അത് പോട്ടെ, മരുമോന് സുഖാണോ? നിനക്ക് വിശേഷം വല്ലതും ഉണ്ടോ? ഇല്ലമ്മേ, അദ്ദേഹം കോളേജിലാ. അതൊക്കെ കുറച്ച് കഴിയട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ചു. ശരി മോളെ, നിന്നെ കാണാൻ കൊതിയായിട്ട് വയ്യ. ഞാൻ ഏതായാലും ഒരു ദിവസം അങ്ങോട്ട് വരുന്നുണ്ട്. ശരി അമ്മേ, വരുന്നതിന് മുൻപ് വിളിക്കണേ. വിളിക്കാൻ മറക്കണ്ട. എന്നെ വിളിച്ചിട്ടേ വരാവൂ. ശരിയടി, വെച്ചേക്കട്ടെ. ഈ പെണ്ണിന് എന്തൊരു മാറ്റമാ. സന്തോഷമായിട്ടിരുന്നാ കൊള്ളാം. അയ്യോ, സുന്ദരി, ഇങ്ങോട്ട് നോക്കന്റെ പറ്റി. നോക്കടി മുത്തേ, ഒന്ന് ചിരിച്ചേ.
ബിയർ എനിക്ക് തീരെ ഇഷ്ടമല്ല. റമ്മാണെങ്കിൽ ജീവനാ. എന്താ സുന്ദരി, ഫിലിം കലക്കിയല്ലേ? ലവ് സീനൊക്കെ സൂപ്പർ ആയിരുന്നു. എന്തു പറ്റി? അയ്യോ അരുൺ, നീ എപ്പോ വന്നു? വരുന്ന വിവരം അറിയിച്ചതേ ഇല്ല. ഈ ഡ്രസ് ഏതാ? അങ്കിളാണ് വാങ്ങിച്ചത്. ശരി, വാതുക്കെ നിക്കണ്ട, അകത്തേക്ക് വരൂ. വേഗം ഇറങ്ങി പോവാം. എങ്ങോട്ടാ? നിന്റെ അമ്മയുടെ വീട്ടിലേക്ക്. എന്തിനാ? ഇനി കുറച്ചു ദിവസം അവിടെ പോയി നിൽക്ക്. ഇവിടെയാണ് അവള് വയറ് നിറച്ച് കഴിക്കുന്ന, അവിടെ പോയാൽ കഷ്ടപ്പെടുന്നത് നീയല്ലേ പറഞ്ഞത്? ഇപ്പൊ എന്താ മനസ്സ് മാറിയ? ഇല്ല, സാരമില്ല. ഞാൻ പോയാൽ നിങ്ങളുടെ അച്ഛന് ആര് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്ക? ഇവള് അമ്മയുടെ വീട്ടിലേക്ക് വിടാൻ എനിക്ക് താല്പര്യമില്ല. ഇവള് എന്റെ ഭാര്യയാണ്. കല്യാണ ചെലവ് ചെയ്തതേ ഞാനാ. വേണമെങ്കിൽ ഇവളെ നിന്റെ കൂടെ കൂട്ടിക്കോ. കോളേജിനടുത്ത് റൂം എടുത്ത് ഇവളെ നിന്റെ കൂടെ താമസിപ്പിക്കുക. എല്ലാ മാസം അതിനും ചേർത്ത് ഞാൻ കാശ് അയച്ചോളാം. കല്യാണം കഴിച്ചവരെ കോളേജിൽ കളിയാക്കുമെന്ന്. അവന്റെ കൂടെ പൊയ്ക്കോ മോളെ. പോയി നിന്റെ തുണിയൊക്കെ എടുത്ത് അവന്റെ കൂടെ പോ. ഇല്ല അങ്കിളെ, അദ്ദേഹം പറഞ്ഞ പോലെ ഞാൻ എന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോവാം. പൊയ്ക്കോ. ആരാ വേണ്ടെന്ന് പറഞ്ഞ്? ഞാൻ കാശി രാമേശ്വരൊക്കെ പോയി ഭിക്ഷ യാചിച്ചോളാം. ഈ സ്വത്തൊക്കെ നശിച്ചു പോട്ടെ. അരുൺ, ഞാൻ നിന്റെ അച്ഛനാ മോനെ. നിനക്ക് ഞാൻ നല്ലതേ ചെയ്യൂ. എന്നെ വിശ്വസിക്കേ. ഇവിടെ നോക്ക്, നിന്റെ ഭാര്യ ശർക്കരയൊന്നുമല്ല. അവളെ ആരും എടുത്ത് വിഴുങ്ങില്ല. എഴുതാപ്പുറമൊന്നും വായിക്കാതെ നിന്റെ ശ്രദ്ധ പഠിത്തത്തിലിരിക്കട്ടെ. നിന്റെ ഭാര്യയെ ഒരു കുഴപ്പവും സംഭവിക്കാതെ നിന്നെ ഞാൻ ഏൽപ്പിക്കാം. ചെല്ലു മോനെ, ചെന്ന് നന്നായി പഠിക്കാൻ നോക്ക്. ലീവ് കിട്ടുമ്പോഴൊക്കെ വീട്ടിലേക്ക് വാ. ഇവളുമായിട്ട് സന്തോഷമായിട്ട് കഴിയേ. ത്രൂ ബസ് പോകും. വേഗം പുറപ്പെടുക. എന്നെ ഓർത്ത് വിഷമിക്കണ്ട, നിങ്ങൾ സൂക്ഷിച്ചു പോണേ.